ആലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലാണ്. യലഹങ്ക ടൗണിലോട്ട് വൻസിയ നഴ്സിംഗ് കോളേജിലേക്ക് പോകാൻ വന്നതാണ്. റെയിൽവേയിൽ നിന്ന് തന്നെ ഫ്രഷായി 100 രൂപ കൊടുക്കുമ്പോൾ നല്ല ലേഡീസിന് സേഫായിട്ട് ഫ്രഷാകാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. തൊട്ടടുത്തുള്ള കോഫി ഹൗസിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നേക്കാളും വലിയ പൂരിയാണ് കഴിക്കാൻ കിട്ടിയത്. മജിസ്റ്റിക്കിൽ നിന്നും ബസ്സിലാണ് പോകുന്നത്. യലഹങ്ക ടൗണിലാണ് പോകേണ്ടത്. യലഹങ്ക കൊയിലു ക്രോസിലാണ് ബസ്സിലിറങ്ങേണ്ടത്. അവിടെ നിന്ന് തിരിഞ്ഞ് ഒരു 3 കിലോമീറ്റർ കൂടെ പോകേണ്ടി വരും കോളേജിലേക്ക്. ഭയങ്കര ബ്ലോക്കാണ്. വളരെ പതിയെയാണ് വണ്ടി പോകുന്നത്. അത്രയ്ക്ക് ബ്ലോക്കാണ്. ഞങ്ങൾ കോവിലു ക്രോസ് ബസ്സിൽ നിന്നും കോവിലു ക്രോസിൽ ഇറങ്ങിയിട്ട് വൻഷിക കോളേജിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു ഊബർ കാറ് ബുക്ക് ചെയ്തു. ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്നുള്ള ധാരാളം കുട്ടികൾ, മലയാളി കുട്ടികൾ ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. എനിക്ക് ഒരു 8-10 വർഷമായിട്ട് ഈ കോളേജിനെ കുറിച്ചറിയാം. കാരണം ഒരു ജനറൽ നഴ്സിംഗിൻ്റെ അഡ്മിഷനാണ് ഞാനിവിടെ അഡ്മിഷൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. എല്ലാ കുട്ടികളും പഠിച്ചിറങ്ങി വളരെ നല്ല രീതിയിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു 15 മലയാളി കുട്ടികളുടെ അഡ്മിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. മലയാളി കുട്ടികളെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. എൻ്റെ റിലേറ്റീവ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ വീണ്ടും പുതിയ അധ്യയന വർഷത്തിൽ സ്റ്റുഡൻസിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇത് വൻഷിക കോളേജിൻ്റെ റിസപ്ഷനാണ്. മോളുടെ പേരെന്താ? എൻ്റെ പേര് രാജലക്ഷ്മി. ഫസ്റ്റ് സെം BSc ആണ് പഠിക്കുന്നത്. വൻസിയ കോളേജ് ഓഫ് നഴ്സിംഗ്. കോളേജ് നല്ല കോളേജാണ്. ടീച്ചിങ് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഹോസ്റ്റലായാലും ഫുഡ് നന്നായിട്ട് തന്നെ തരുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് കോളേജിലെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഈ ദിസ് ഇയർ മലയാളി കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഫ്രഷേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വെച്ച് തന്നെ ഒരുപാട് മലയാളീസും ഉണ്ട്. സീനിയേഴ്സും ഉണ്ട് മലയാളീസ്. കുഴപ്പമില്ല കോളേജ്. പിന്നെ എക്സാമൊക്കെ ഇനി അടുത്ത് വരുമല്ലേ? എല്ലാ പാഠഭാഗങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. എല്ലാം കഴിഞ്ഞു. ഫെബ്രുവരിയിലൂടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇനി ആകപ്പാടെ കുറച്ച് റിവിഷൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. അതും നടക്കുവാണ്. റിവിഷനൊക്കെ തരുന്നുണ്ട്. പഠിക്കാനും കുഴപ്പമില്ല. അതുകൊണ്ട് ക്ലാസ് ടീച്ചേഴ്സ് റിവിഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് തരുന്നത്. നല്ല ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൊള്ളാം. എല്ലാം കൊണ്ടും നമുക്ക് സാധാരണ മീഡിയം റേറ്റിൽ പഠിക്കാൻ പറ്റുന്നൊരു കോളേജാണല്ലേ? അതെ. പതിവ് പോലെ തന്നെ ഞാൻ വന്നതറിഞ്ഞപ്പോൾ എൻ്റെ കെയർ ഓഫിലൂടെ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളും ഇറങ്ങി വന്ന് എന്നെ കാണാനായിട്ട്. കുറച്ച് പേരൊക്കെ പ്രാക്ടിക്കലിന് പോസ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് പോയിരിക്കുവാണ്. ക്ലാസ് റൂമിൽ പകുതി കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും ഫസ്റ്റ് ഇയർ കുട്ടികളാണ് എന്നെ കാണാനായിട്ട് ഇറങ്ങി വന്നത്. കാരണം അവരുടെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ടാണ്
അവരുടെ കാര്യങ്ങളെല്ലാം അവരെന്നോട് പറഞ്ഞു. എക്സാമൊക്കെ അടുത്ത് വരുവാണ്, പാഠഭാഗങ്ങളെല്ലാം തീർന്നു, ഇനി റിപ്പീറ്റ് ചെയ്യുവാണ് എന്നെല്ലാം അവരെന്നോട് പറഞ്ഞു. ഇവിടുത്തെ മറ്റ് വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. എല്ലാവരും നല്ല ഹാപ്പിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വളരെ സേഫായിട്ടൊന്ന് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കോളേജാണ്. അതിലുപരിയായിട്ട് കർണാടകയിലെ മറ്റ് കോളേജുകളെ അപേക്ഷിച്ച് താരതമ്യേന ഫീസ് കുറവാണ്. അഫിലിയേഷൻ എല്ലാം ഓക്കെയാണ്. അത് കാരണം സാധാരണ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ബാങ്ക് വായ്പ എളുപ്പത്തിൽ ലഭിക്കും. കൂടുതലും കുട്ടികൾ എഡ്യൂക്കേഷൻ ലോണിലൂടെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. ചെറിയ ചെറിയ ചന്നം മഴയൊക്കെ ഉണ്ട്. ഞാൻ തിരിച്ച് വീണ്ടും യലഹങ്കയിൽ ഒന്ന് കുട്ടികളെയും കൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്തിയതിന് ശേഷം അവരെ ഹോസ്റ്റലിൽ വിട്ടിട്ട് വീണ്ടും വന്ന് മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. മജസ്റ്റിക്കിൽ നീ ഞങ്ങളിവിടെ ഒരു ഷോപ്പിംഗ് സെൻ്ററുണ്ട്. ഒത്തിരി സാധനങ്ങൾ, ഡ്രസ് മെറ്റീരിയൽസ്, പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടുന്നൊരു കച്ചവട കേന്ദ്രം. അപ്പോൾ അവിടേക്കൊന്ന് വന്നു. ഇനി മടക്ക യാത്രയാണ്. സാധാരണ ട്രെയിനിൽ തന്നെയാണ് തിരിച്ചു പോകാനും ബുക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയില്ല, നല്ല തിരക്കാണ്. ധാരാളം മലയാളികൾ മക്കൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടൊക്കെ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ടല്ലോ, ഈ സീസൺ അതാണ്. എല്ലാ ട്രെയിനും നല്ല തിരക്കാണ്. ഞാൻ ബസ്സാണ് ബുക്ക് ചെയ്തേക്കുന്നത്. കൃഷ്ണരാജപുരമാണ് ബോർഡിംഗ് പോയിൻ്റ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ കാറിൽ ഒന്ന് കാണണം. എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.